മാനർമ ചാൻസിലേക്ക് സ്വാഗതം. നമ്മുടെ എമ്പുരാൻ സിനിമയിൽ നിന്ന് ഒരു സിംഗിൾ ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് സിംഗിളാണ് ഇറങ്ങിയിരിക്കുന്നത്. ഫിർ സിന്ദാഹെ എന്ന് പറഞ്ഞാണ് ആ സിംഗിളിൻ്റെ ഒരു ടൈറ്റിൽ വരുന്നത്. അതായത് ഒരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ജീവനോടുണ്ടെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പം ആ ഒരു സോങ് കേൾക്കുമ്പോൾ നല്ല ഒരു ഭയങ്കര ഇമോഷൻ, ഒരു ഫീലിങ്സോടെ കൂടിയുള്ള ഒരു പാട്ടാണ് നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ആ ഒരു സീൻസും, അതായത് പൃഥ്വിരാജിൻ്റെ ചെറുപ്പത്തിലെ ആ ഒരു അഭിനയിച്ച ആ ഒരു പൃഥ്വിരാജിൻ്റെ ചെറുപ്പത്തിലെ ആ ഒരു സീൻ ചെയ്ത ആ ചെറുക്കനും ആ പൃഥ്വിരാജിൻ്റെ അനിയനായിട്ട് ആ പടത്തിൽ വരുന്ന ആ ഒരു കുഞ്ഞിൻ്റെ ഒക്കെ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ പൃഥ്വിരാജിനെയും ലാലേട്ടനെയും കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കത് കണ്ടപ്പം അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു, പക്ഷെ ഇവർ ജീവനോടുണ്ട് ഇപ്പോഴും എന്ന് ഈ ഒരു വില്ലന്മാരോട് പറയുന്ന, അല്ലെങ്കിൽ വില്ലന്മാരെ ആ ഒരു ഫീൽ കൊടുക്കുന്ന രീതിക്കത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം പ്ലേസ് ചെയ്യുന്നൊരു സോങ് ആണെന്ന് തോന്നിയത്. എന്തായാലും അത് കേൾക്കാൻ തന്നെ ഒരു നല്ല രസമുണ്ട്. അല്ലെങ്കിൽ ഈ സിനിമ തുടങ്ങുമ്പം നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആ ഒരു ക്യാരക്ടറിനാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇവരും മരിച്ചു എന്ന് ചിന്തിച്ചിരിക്കുമ്പം മരിച്ചിട്ടില്ല എന്നുള്ള ഒരു രീതിക്ക് വരുമ്പോഴത്തെ സ്റ്റീഫൻ കൂടെ നിൽക്കുമ്പോൾ ഉള്ളൊരു പാട്ടും ആകാൻ സാധ്യതയുണ്ട്. എന്തായാലും കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. ഈ പാട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, നമുക്കറിയാം സിനിമ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവാണ്. എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപക് ദേവിൻ്റെ ആ ട്രെയിലർ വെച്ച് നോക്കുമ്പോൾ അതൊന്നും അല്ല, പടത്തിൽ വേറെ റേഞ്ചിനാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നതെന്ന്. എന്തായാലും ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഭയങ്കര പവറായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ആ ഒരു ഇമോഷനിലും അതുപോലെ തന്നെ അവരെ എന്തൊക്കെ അനുഭവിച്ചോ ഉള്ള ഒരു സംഭവമൊക്കെ ആ ഒരു ലിറിക്സിൽ നമുക്ക് ഏകദേശം നല്ല ക്ലിയർ ആയിട്ട് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഒരു കിടിലം സോങ് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷയില്ലായിരുന്നു ഒരു സോങ് വരുമെന്ന്. പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ നമ്മൾ പെട്ടെന്ന് ചെയ്തതാണ്. ഏതായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോങ്. അതിൻ്റെ ആ ഒരു ഓരോരോ സീൻസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ചെറുതായിട്ട് പോസ്റ്റേഴ്സ് പോലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ലിറിക്സിനകത്ത്. ഏതായാലും എല്ലാം കാണാൻ നല്ല രസമുണ്ട്. അപ്പോഴും അവർ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആ ഒരു ഇഷ്യൂ മനസ്സിൽ കിടപ്പുണ്ട്. ആ ഒരു ഇത് ബേസ് ചെയ്താണ് അവർ ആ ഒരു സീരിയസ്നെസ്സോടെ നിൽക്കുന്ന രീതിക്കത്തെ പോസ്റ്റേഴ്സാണ് കാണിക്കുന്നത്. പിന്നെ ആ സെയ്ദ് മസൂദിൻ്റെ ചെറുപ്പം കാണിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സെയ്ദ് മസൂദിനുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തുള്ള ഒരു സോങ് ആണെന്നാണ് നമുക്കത് കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നത്. ഏതായാലും വന്നിരിക്കുന്ന ഒരു അടിപൊളി സോങ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.